മഹാരാഷ്ട്രയിലും ഇതുപോലെ ചില കുഴപ്പങ്ങളുണ്ടായി. അവിടുത്തെ ലോക്സഭാ നിയമസഭകളും തമ്മിൽ ഉള്ള അതിനിടയ്ക്ക് 47 ലക്ഷം വോട്ട് അധികം വന്നു. എങ്ങനെ അധികം വന്നു? 47 ലക്ഷം പേര് അധികം വരാൻ പറ്റുമോ? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ആധാറുമായി ഇല്ലാത്ത അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ ഇല്ലാത്തല്ല ഡ്യൂപ്ലിക്കേറ്റ് ആധാറുള്ള 50 ലക്ഷം പേരുണ്ടെന്നാണ് BJPയുടെ ആക്ഷേപം. അതിന്റെ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ 50 ലക്ഷം പേരുണ്ടെങ്കിൽ അവരെല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി കഴിഞ്ഞാലോ കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അതൊരു വിഷയമുണ്ട്. രണ്ടാമത്, ബീഹാറിൽ ഇത്രയും ആളുകൾ പുറത്തായപ്പോൾ കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ എക്സ്ക്ലൂസീവായി പോകുമോ, അല്ലെങ്കിൽ ഇൻക്ലൂഷൻ നടക്കുമോ, ഉൾക്കൊള്ളിക്കൽ നടക്കില്ലയോ, അവർ പുറത്താകുമോ, അതാണ് ഒരു വിവാദം. രണ്ടാമത്, ഈ കിട്ടുന്ന ഡേറ്റ, ഇതിനകത്ത് വരുന്ന ഡേറ്റ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ പബ്ലിക്കിന് കിട്ടിക്കഴിഞ്ഞാൽ അത് NRCക്ക് ഉപയോഗിക്കുമോ, നമ്മുടെ പൗരത്വമായി ബന്ധപ്പെടുത്തി അത് ഉപയോഗിക്കുമോ എന്നൊരു പൗരത്വം നിശ്ചയിക്കാൻ ആസാമിൽ അങ്ങനെ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചുകൊണ്ട് കൂടിയാണ് പൗരത്വ രജിസ്റ്ററിനെ മെയിൻറ്റെയിൻ ചെയ്തതെന്നുള്ളൊരു വാദമുണ്ട്. അത് രാജ്യത്ത് നടപ്പിലാക്കുമോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുമോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് തന്നെ ഒരു ആക്ഷേപമുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ ഏകാംഗ കമ്മീഷനായിരുന്നു, അത് 3 അംഗങ്ങളുള്ള കമ്മീഷനാക്കി മാറ്റി. ഇത് ഭരണഘടനാ ബോഡിയാണ്. രാജ്യത്തെ വളരെ സുതാര്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ പിന്നെ എല്ലാവരെയും നമ്മുടെ ശിവസേന ബാൽ താക്കറെയൊക്കെ ഇംപീച്ച് ചെയ്തല്ലോ, തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒഴിവാക്കിയല്ലോ. ആരെയും ഇന്ത്യൻ പ്രധാനമന്ത്രി വരെയുള്ള ആരെയും മന്ത്രിമാരുള്ള ഒരു സാധാരണ MLA വരെ ഉള്ളവരെ ഇംപീച്ച് ചെയ്യുവാനോ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് അസാധുവാക്കാനോ ഒക്കെ കഴിയുന്ന വലിയ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. അസാധുവിന്റെ കഥകൾ വളരെ വലുതാണ്.